അനുദിന ജീവിതത്തിൽ എത്രയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നാം. ഉപ്പ് മുതൽ കർപ്പൂരം വരെ. ഗുണമോ ദോഷമോ മനസ്സിലാക്കിയിട്ടല്ല അവയിൽ പലതും ഉപയോഗിക്കുന്നത് എന്നതാണ് സത്യം. പരസ്യങ്ങൾ നൽകുന്ന സ്വാധീനം മുതൽ ശീലം വരെ അവയ്ക്ക് കാരണമാകാറുണ്ട്. എന്നാൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളിൽ ചിലതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ വ്യക്തമായ കാരണം കൊണ്ട് നിരോധിച്ചിരിക്കുന്നവയാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഇന്നത്തെ അൺടോൾഡ് സ്റ്റോറീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിരിക്കുന്നതും ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നതുമായ ഇത്തരം സാധനങ്ങളെ കുറിച്ചാണ്. അവയുടെ പിന്നിലെ കഥകളെ കുറിച്ചാണ്. ചിലപ്പോൾ കാര്യമുള്ളതും ചിലപ്പോൾ ചിരിയുണർത്തുന്നതുമായ നിരോധനത്തിന്റെ പിന്നിലെ കാരണങ്ങൾ അറിയാൻ റെഡി ആയിക്കോളൂ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോപ്പ് തേച്ചാൽ ആരോഗ്യം കിട്ടും, സൗന്ദര്യം കൂടും, നിറം വയ്ക്കും, ഇങ്ങനെ എന്തെല്ലാം കല്ലുവെച്ച നുണകളാണ് പരസ്യങ്ങൾ സോപ്പുകളുടെ പേരിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പരസ്യത്തിൽ വിശ്വസിച്ച് നാം ആ സോപ്പുകളെല്ലാം മാറി മാറി ഉപയോഗിക്കും. എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നും മറ്റും. പക്ഷേ ഏതെങ്കിലും പ്രത്യേക സോപ്പുകൾ ഉപയോഗിച്ചത് കൊണ്ട് സൗന്ദര്യം കൂടുകയോ ആരോഗ്യം ഉണ്ടാവുകയോ ചെയ്യാറില്ല. എന്നിട്ടും പരസ്യങ്ങൾക്ക് പിന്നാലെ നാം ഓടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പരസ്യങ്ങളിലൂടെ നമ്മെ കീഴടക്കിയ ഒരു പരസ്യമാണ് ലൈഫ് ബോയുടേത്. ഈ സോപ്പ് തേച്ചാൽ ആരോഗ്യമുണ്ടാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ ഏറ്റവും കൗതുകകരമായ വസ്തുത ഈ സോപ്പ് ഇന്ത്യയിലൊഴികെ പല വിദേശ രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് എന്നതാണ്. ആയിരത്തി 1895 UK-യിൽ നിന്നാണ് ലൈഫ് ബോയുടെ തുടക്കം. ലിവർ ബ്രദേഴ്സ് ആണ് ഇത് അവതരിപ്പിച്ചത്. 1923 മുതൽ 1950 വരെ ഏറ്റവും ജനപ്രിയ സോപ്പായിരുന്നു. 1951 വരെ വടക്കേ അമേരിക്കയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ചരിത്രവും ലൈഫ് ബോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ കഥയും മാറി. ലൈഫ് ബോയ് നിരോധിച്ച രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് അമേരിക്ക. 2006 അമേരിക്കയിൽ ഈ സോപ്പിന് വിലക്ക് വീണത്. അമേരിക്കയിൽ ഈ സോപ്പ് നിരോധിക്കാനുള്ള കാരണം അത് ത്വക്കിന് ദോഷം ചെയ്യുന്നു എന്നതാണ്. മനുഷ്യർക്ക് ഉപദ്രവകാരിയാണെങ്കിലും മൃഗങ്ങൾക്ക് അത് ഉപയോഗിക്കാറുമുണ്ട്. പട്ടി സോപ്പ് എന്ന് പോലും ചിലർ ഈ സോപ്പിനെ വിശേഷിപ്പിക്കാറുണ്ട്. അമേരിക്കയിൽ മൃഗങ്ങളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ സോപ്പ് ഇന്ത്യയിൽ ധാരാളം പേർ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. യൂണിലിവർ വിപണനം ചെയ്യുന്ന സോപ്പ് ബ്രാൻഡാണ് ലൈഫ് ബോയ്. ഫിനോൾ അടങ്ങിയ കാർബോളിക് സോപ്പാണ് ഇത്. നിലവിൽ ലൈഫ് ബോയ്ക്ക് നിരവധി വകഭേദങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ലൈഫ് ബോയുടെ ബാനറിൽ നിർമ്മിക്കുന്ന പല സോപ്പുകളിലും ഫിനോൾ അടങ്ങിയിട്ടുമില്ല. UK-യിലും US-ലും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ബ്രസീൽ, ഏഷ്യൻ വിപണികളിൽ ലൈഫ് ബോയുടെ നിർമ്മാണം വൻതോതിൽ നടക്കുന്നുണ്ട്. ഓസ്ട്രിയൻ കമ്പനിയായ റെഡ് ബുൾ GmbH നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന എനർജി ഡ്രിങ്കാണ് റെഡ് ബുൾ. %38 ഇതിന്റെ വിപണി മൂല്യം. ആയിരത്തി 1987 മുതൽ വിപണിയിൽ ഇതുണ്ട്. 2019 ഏറ്റവും ജനപ്രിയമായ എനർജി ഡ്രിങ്ക് ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് റെഡ് ബുൾ ആയിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസിലും ഡെൻമാർക്കിലും ലിതിയാനയിലും ഇത് നിരോധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഹൃദ്രോഗം, ഡിപ്രഷൻ, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയ്ക്ക് കാരണമാകും എന്നതുകൊണ്ടാണ് റെഡ് ബുള്ളിന് മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്.
2011 അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് എനർജി ഡ്രിങ്ക്സ് കുട്ടികൾക്കും കൗമാരക്കാർക്കും നല്ലതല്ല എന്നാണ്. ഹെൽത്ത് അതോറിറ്റിയുടെ അഭിപ്രായത്തിൽ റെഡ് ബുൾ എനർജി ഡ്രിങ്ക് ഉപയോഗം സുരക്ഷിതം ആണെന്നാണ്. ആൽക്കഹോൾ ഇതിൽ അടങ്ങിയിട്ടില്ലെന്നും അവകാശപ്പെടുന്നു. റെഡ് ബുള്ളിന്റെ ഈ ഗുണവശം മനസ്സിലാക്കിയത് കൊണ്ടാവാം മറ്റു പല രാജ്യങ്ങളിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ റെഡ് ബുള്ളിന് വിലക്ക് ഏർപ്പെടുത്താത്തത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണ് കിൻഡർ. ജർമ്മൻ വാക്കായ കിൻഡറിന് കുട്ടികൾ എന്നാണ് അർത്ഥം. 1974 മുതൽ കിൻഡർ ചോക്ലേറ്റുകൾ വ്യത്യസ്ത രൂപത്തിൽ നിലവിലുണ്ട്. 2018 മുതൽക്കാണ് കിൻഡർ ജോയ് എഗ് അവതരിപ്പിച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി വ്യത്യസ്ത രീതിയിൽ തന്നെ കിൻഡർ ജോയ് പുറത്തിറക്കുന്നുണ്ട്. മുട്ടയുടെ ആകൃതിയിൽ മനോഹര നിറത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടായി പിളർത്തി കഴിയുമ്പോൾ ചെറിയൊരു കളിപ്പാട്ടവും ഉള്ളിൽ കാണും. ഒരേ സമയം ചോക്ലേറ്റിനും കളിപ്പാട്ടത്തിനും വേണ്ടിയാണ് കുട്ടികൾ കിൻഡർ ജോയ്ക്ക് വേണ്ടി വാശി പിടിച്ച് കരയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്ക നിരോധിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കിൻഡർ ജോയ്. 1938 US ഫെഡറൽ ഫുഡ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ച് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് അമേരിക്കയിലേക്ക് കിൻഡർ ജോയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചോക്ലേറ്റിന്റെ ഗുണനിലവാരമില്ലായ്മയല്ല ഇത്തരമൊരു നിരോധനത്തിന് പിന്നിലെന്നാണ് രസകരമായ വസ്തുത. ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിന്റെ കൂടെ പോഷക ഗുണമില്ലാത്തതായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കുക എന്നതാണ് അമേരിക്കയുടെ രീതി. കിൻഡർ ജോയ്ക്കുള്ളിലെ കളിപ്പാട്ടമാണ് ഇത്തരമൊരു നിരോധനത്തിന് അമേരിക്കയിൽ കാരണമായിരിക്കുന്നത്. 2011 60,000-ഓളം കിൻഡർ ജോയിയാണ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പിടിച്ചെടുത്തത്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ കിൻഡർ എക്സ് കഴിച്ചത് മൂലം 40ഓളം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായതായും വാർത്തയുണ്ടായിരുന്നു. വയറിളക്കം, പനി, അടിവയറ്റിൽ വേദന, തലവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ട കുട്ടികൾക്കാണ് കിൻഡർ എഗ് കഴിച്ചത് മൂലമുണ്ടായ ഭക്ഷ്യവിഷബാധ തിരിച്ചറിഞ്ഞത്. സമോസ എന്ന പലഹാരം കഴിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. 4 മണി കാപ്പിയുടെ പട്ടികയിൽ പലപ്പോഴും ഇടം പിടിക്കാറുള്ള പലഹാരമാണത്. എന്നാൽ ഈ പലഹാരത്തെയും പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ള രാജ്യമുണ്ട്, സൊമാലിയ. ഇതിന്റെ കാരണം അറിയുമ്പോഴാണ് ചിരി വരുന്നത്. രണ്ട് കാരണങ്ങളാണ് ഈ നിരോധനത്തിന് പിന്നിലുള്ളത്. ഒന്നാമതായി, സമോസ ഒരു പാശ്ചാത്യ പലഹാരമാണത്. 2, അതിന്റെ ത്രികോണാകൃതി ക്രിസ്തീയ ത്രിത്വത്തെ അനുസ്മരിപ്പിക്കുന്നു. കേട്ടപ്പോൾ ചിരി വരുന്നില്ലേ? ഇതാണ് ആദ്യം തന്നെ പറഞ്ഞത്. സൊമാലിയ സമോസ നിരോധിച്ചതിന്റെ കാരണം കേൾക്കുമ്പോൾ ചിരി വരും. ഇത്തരം വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത് സൊമാലിയയിലെ അൽ ഷഹബാബ് എന്ന ഗ്രൂപ്പാണ്. തീവ്രവാദ സ്വഭാവമുള്ള ഒരു മുസ്ലിം ഗ്രൂപ്പാണ് ഇത്. പാശ്ചാത്യമായിട്ടുള്ളതെല്ലാം നിഷിദ്ധമാണെന്നാണ് ഇവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിനിടയിൽ സമോസയും പെട്ടുപോയെന്നേ ഉള്ളൂ. പാവം സമോസ അല്ലേ? ജലദോഷത്തിന്റെയും തൊണ്ടവേദനയുടെയും പ്രത്യേക ദിനങ്ങളാണ് വരാൻ പോകുന്നത്. കാലവർഷം ഇത്തരം രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്ന സീസണാണല്ലോ. ഈ അവസരത്തിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമെന്ന് ഉറപ്പുള്ള ഒന്നാണ് വിക്സ് വേപ്പോറം. മൂക്കടപ്പ് മാറാൻ, ജലദോഷം മാറാൻ, അല്ലേ? കാലാവസ്ഥയുടെ മാറ്റമില്ലെങ്കിലും പലരുടെയും ബാഗിലും വിക്സ് ഉണ്ടാകും. എന്നാൽ പല വിദേശ രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ള ഒന്നാണ് വിക്സ്. പക്ഷേ ഇന്ത്യയിലാവട്ടെ സുലഭവും. വിക്സിന്റെ വിശേഷങ്ങളെ കുറിച്ചാവാം ഇനി. അമേരിക്കൻ കമ്പനിയായ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഇറക്കുന്ന മരുന്നുകളുടെ ബ്രാൻഡ് നെയിമാണ് വിക്സ്. പ്രധാനമായും ശ്വാസ സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും ഉടനടിയുള്ള ആശ്വാസമായിട്ടുമാണ് വിക്സ് ഉൽപ്പന്നങ്ങളെ പരിഗണിച്ചു പോരുന്നത്. വിക്സ് വേപ്പോറപ്പ്, വിക്സ് ആക്ഷൻ 500,
വിക്സ് കഫ് ഡ്രോപ്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട വിക്സ് ഉൽപ്പന്നങ്ങൾ. വിക്സ് വേപ്പറബിലെ ഉള്ളടക്കം ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും വിക്സ് വേപ്പറബിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇനിയും ഇതിന്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നത് വിക്സ് പ്രേമികൾക്ക് ആശ്വാസം നൽകുന്നുമുണ്ട്. തലവേദനയ്ക്ക് വിക്സ് എന്നതുപോലെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിസ്പ്രിൻ. ബാമല്ല, ടാബ്ലറ്റ് ആണെന്ന് മാത്രം. തലവേദനയ്ക്ക് പുറമെ പല്ലുവേദന, പേശിവേദന, പനി തുടങ്ങിയ അസ്വസ്ഥതകൾക്കും ഡിസ്പ്രിൻ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നവർ ധാരാളം. അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തുമ്പോൾ ഈ ടാബ്ലറ്റിന്റെ ഗുണനിലവാരം മികച്ചതല്ലത്രേ. അതുകൊണ്ടാണ് അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിന്റെ വിൽപ്പന അനുവദിക്കാത്തത്. പക്ഷേ ഇന്ത്യയിൽ ഇത് സുലഭമാണ്. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് നിമ്യുലിഡ് ഗുളിക. കരളിനെ ഇവയുടെ ഉപയോഗം പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് USA, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഗവേഷകരുടെ കണ്ടെത്തൽ. പക്ഷേ ഇന്ത്യയിൽ ഈ ടാബ്ലറ്റും ലഭ്യമാണ്. ഡീകോൾ ടോട്ടൽ എന്നൊരു ടാബ്ലറ്റും നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കും. ശരീരവേദന, തലവേദന, മൂക്കൊലിപ്പ്, തൊണ്ടയുടെ അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള പരിഹാര മാർഗമായിട്ടാണ് നിർമ്മാതാക്കൾ ഈ ടാബ്ലറ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കിഡ്നിക്ക് ദോഷം ചെയ്യുന്നവയാണ് ഇവയെന്നാണ് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അലക്ഷ്യമായി തുപ്പുകയോ മൂക്ക് ചുറ്റുകയോ ചെയ്താൽ പിഴയും ശിക്ഷയും വിധിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. റോഡും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കുന്നതിൻ്റെയും അതുവഴി ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്. ശുചിത്വത്തിൻ്റെയും ആരോഗ്യ കാര്യങ്ങളുടെയും പേരിൽ ചില വിദേശ രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒന്നാണ് ച്യൂയിംഗം. പൊതുസ്ഥലത്തോ വഴിയോരത്തോ ഒക്കെ ച്യൂയിംഗം ചവച്ച് തുപ്പിയിട്ടാൽ അതുവഴി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. കാലിലോ വസ്ത്രത്തിലോ ച്യൂയിംഗം പറ്റി പിടിച്ചിരിക്കുമ്പോൾ എന്തൊരു ഈർഷ്യയും അറപ്പുമാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ച്യൂയിംഗത്തിനും നിരോധനമില്ല. അല്ലെങ്കിലും എത്ര തിരക്കേറിയ വഴിയിൽ വെച്ചും പരസ്യമായി മൂത്രവിസർജനം നടത്താനോ കാർക്കിച്ചു തുപ്പാനോ മൂക്കു ചീറ്റാനോ ഒന്നും തെല്ലും മടിയില്ലാത്തവരാണല്ലോ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ. അത്തരം കാര്യങ്ങളിൽ അച്ചടക്കമില്ലാത്തവർക്ക് ച്യൂയിംഗത്തിന്റെ കാര്യത്തിൽ എന്ത് അച്ചടക്കം അല്ലേ? പരിസര മലിനീകരണം മാത്രമല്ല ച്യൂയിംഗം വിതയ്ക്കുന്ന പ്രശ്നം. സ്ഥിരമായി ച്യൂയിംഗം ചവയ്ക്കുന്നത് വഴി ഓറൽ ഹെൽത്ത് പ്രോബ്ലംസും കണ്ടുവരുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു. ച്യൂയിംഗം ഉപേക്ഷിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ളവരോട് ഒരപേക്ഷ: മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിലോ അറപ്പുളവാക്കുന്ന വിധത്തിലോ അത് വലിച്ചെറിയരുത്. കൊക്കിലൊതുങ്ങുന്ന വിധത്തിലുള്ള ഒരു കാർ, അതാണ് ടാറ്റ നാനോ കാർ. പോക്കറ്റിൽ ഒതുങ്ങുന്ന സാമ്പത്തിക വശവും ചെറിയ ഫാമിലിയുടെ യാത്രാവശ്യങ്ങൾക്കുമുള്ള സൗകര്യവും ചേർന്നാണ് നാനോയെ ജനപ്രിയമാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വില കുറഞ്ഞ ചെറുകാറാണ് നാനോ. 2008 ജാനുവരി 10 മുതൽ നാനോ ഇന്ത്യയുടെ ഭാഗമായി. കുറഞ്ഞ പരിരക്ഷണ ചെലവ്, ഉയർന്ന മൈലേജ് എന്നിവയെല്ലാമാണ് ഇതിന്റെ ഗുണങ്ങളായി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിയമപരമായി തന്നെ പല വിദേശ രാജ്യങ്ങളും നാനോ കാറിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നാണ് വിദേശ രാജ്യങ്ങളിലെ പരിസ്ഥിതി നിരീക്ഷകരുടെ കണ്ടെത്തൽ. എന്നാൽ ഇന്ത്യയിൽ വിദഗ്ധർ ഇത്തരം ആരോപണങ്ങൾ നിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജവീഥികളിലൂടെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും അകമ്പടി സേവിച്ചുകൊണ്ട് ലളിതം സുന്ദരം എന്ന മട്ടിൽ നാനോ ഇനിയും ഓട്ടം തുടരുക തന്നെ ചെയ്യും. നാനോ സാധാരണക്കാരന്റെ വാഹനമാണെങ്കിൽ
മധ്യവർഗ സമൂഹത്തിന്റെ വാഹനമാണ് മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800. മിഡിൽ ക്ലാസ് ഫാമിലി കൂടുതലും ഉപയോഗിക്കുന്നത് ആൾട്ടോ 800 ആണ്. പക്ഷേ നിരവധി രാജ്യങ്ങൾ ആൾട്ടോയ്ക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. സുരക്ഷാ പരിശോധനയിലും മാനദണ്ഡങ്ങളിലും ആൾട്ടോ വിജയിക്കുന്നില്ലെന്നാണ് അവരുടെ കണ്ടെത്തൽ. പക്ഷേ ആൾട്ടോയും ഇന്ത്യയിൽ വളരെ ജനപ്രിയമാണ്. എൻഡോസൾഫാൻ എന്ന വാക്ക് കേൾക്കാത്തവരായി ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഉണ്ടാകും? സംശയമാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഈ കീടനാശിനിയുടെ ദുരിതത്തിന്റെ ആദ്യ വാർത്തകൾ മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് തീക്കാറ്റ് പോലെ വീശിയെത്തിയത്. ഒരു കാലത്ത് മറ്റു പല രാജ്യങ്ങളിലും നിയന്ത്രണം വന്നിട്ടും ഇന്ത്യയിൽ എൻഡോസൾഫാന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ കഥയെക്കുറിച്ച് അല്പം വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. നിറമില്ലാത്ത ഒരു ഖരവസ്തുവാണ് എൻഡോസൾഫാൻ. മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളിൽ ജനിതക വൈകല്യങ്ങളും ഹോർമോൺ തകരാറുകളും ഇതുണ്ടാക്കുന്നു. മുലപ്പാലിൽ പോലും എൻഡോസൾഫാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികമായി എൻഡോസൾഫാൻ ഉപയോഗിച്ചു വരുന്നത്. അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നതെങ്കിലും മനുഷ്യർക്ക് ഹാനികരമായ രാസവസ്തു എന്നതിൻ്റെ പേരിൽ പിന്നീട് അമേരിക്ക ഇതിൻ്റെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും വൈകാതെ പിൻവലിക്കുകയും ചെയ്തു. തുടർന്ന് ന്യൂസിലാൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും എൻഡോസൾഫാൻ നിരോധിക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യയിൽ എൻഡോസൾഫാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എൻഡോസൾഫാന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണെന്നതാണ് ഇതിന് കാരണം. മാത്രവുമല്ല, മനുഷ്യരിൽ എൻഡോസൾഫാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇനിയും ഗവേഷണങ്ങൾ വേണമെന്നും അതുകൊണ്ട് കൂടുതൽ പഠനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നുമായിരുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട്. എന്നാൽ കാസർകോട്ടെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് എൻഡോസൾഫാന്റെ ദൂഷ്യവശങ്ങൾക്ക് ഇരകളായ ആയിരങ്ങളുടെ ദുരിതം പിടിച്ച ജീവിതകഥ ലോകമെങ്ങും പ്രചരിക്കുകയും നിരോധനത്തിനെതിരെ വിവിധ കോടതികളുടെ വിധി പുറത്തു വരികയും ചെയ്തതോടെ എൻഡോസൾഫാന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടു. ഒടുവിൽ 2011 മെയ് 13 സുപ്രീം കോടതി എൻഡോസൾഫാൻ നിരോധിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചു. എൻഡോസൾഫാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇന്നും പലതരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗം സർവ്വസാധാരണമാണ്. ഇവയിൽ പലതും വിദേശ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടവയുമാണ്. DDT പോലെയുള്ളവ ഉദാഹരണം. കൃഷി മികച്ച ഫലം തരുന്നതിന് വേണ്ടിയാണ് കർഷകർ കീടനാശിനികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ അവയിൽ നിന്ന് മനുഷ്യരുടെ ശരീരത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ദോഷകരമായിരുന്നിട്ടും ഇത്തരത്തിലുള്ള കീടനാശിനികളുടെ ഉൽപാദനത്തിലും വിതരണത്തിലും ഗവൺമെന്റ് ശക്തമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം അല്പം മധുരം കഴിക്കുന്നത് മലയാളികളുടെ ശീലമാണ്. പഴമായോ ഐസ്ക്രീമായോ മധുരം നുണയാൻ, വേണമെങ്കിൽ ഒരു മിഠായിയും. ഇതാ ഇത്തിരി മിഠായി കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നാരങ്ങ മിഠായി പോലെയുള്ള ജെല്ലി സ്വീറ്റ്സ് ഉണ്ടല്ലോ, അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങളും ജെല്ലി സ്വീറ്റ്സ് നിരോധിച്ചിരിക്കുകയാണ്. നാട്ടിൻപുറത്തെ മിഠായി കടകളിൽ തിളങ്ങിക്കിടക്കുന്ന ജെല്ലി സ്വീറ്റ്സ് കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ കഥ. നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതും എന്നാൽ പല വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചുവെങ്കിലും ഇന്ത്യയിൽ വ്യാപകമായ ചില ഉപയോഗ വസ്തുക്കളെ കുറിച്ചാണ് നാം കണ്ടതും കേട്ടതും. ഇനിയാണ് നാം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. ഇതിലേതൊക്കെ ഞാൻ ഉപേക്ഷിക്കണം, ഏതൊക്കെ ഞാൻ തുടർന്ന് കൊണ്ടുപോകണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ
ശരിയെന്ന് തോന്നുന്നവയോട് യോജിക്കുക, അല്ലെന്ന് തോന്നുന്നവയോട് വിയോജിക്കുക. നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ചില നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമാണ്. അവയോട് യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം ഓരോ പ്രേക്ഷകനുമുണ്ട്. അവരവരുടെ ബുദ്ധിയും വിവേചനാശേഷിയും അറിവും ഇക്കാര്യത്തിൽ സഹായകരമാകട്ടെ. ഇതുപോലെ രസകരവും അറിവ് പകരുന്നതുമായ പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പുതിയ കഥകൾക്കും കാര്യങ്ങൾക്കുമായി കാത്തിരിക്കാം. അപ്പോ ബൈ ബൈ.